ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് കരൾ രോഗം അത് എങ്ങനെ നമുക്ക് വരാതിരിക്കാൻ എങ്ങനെ നോക്കണമെന്നും വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കണമെന്നും പറഞ്ഞതാണ്. അതിനകത്ത് ഒരു പൊടിക്കൈ എന്നുവെച്ചാൽ ഒറ്റമൂല മരുന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒക്കെയാണത്. നിങ്ങൾ അത് ഉപയോഗിക്കുന്നവരാരും ദൈവസഹായത്താൽ വീണു പോകില്ല. ഇത് എൻ്റെ ഒരു വാക്കാണ്. കാരണം വിശ്വാസമുണ്ട് എനിക്കതിൽ. കാരണം വിശ്വസിക്കുന്നു. രണ്ടാമത് നമുക്കിപ്പോൾ ഞാൻ ക്ലാസ് ഇട്ടേക്കുന്നത് ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ്. ക്യാൻസർ രോഗം വരാതിരിക്കാൻ എങ്ങനെ നമ്മൾ നോക്കണം എന്നതാണ്. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒരു സാധനവും തണുത്തുറഞ്ഞൊരു സാധനം കഴിക്കരുത്. ഐസും കട്ട പോലുള്ള സാധനങ്ങൾ ഇപ്പം കാലുവേദന മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഐസും കട്ട വെച്ചിട്ട് വേദന കുറയ്ക്കുകയാണ്. അതിൻ്റെയൊക്കെ കുറേ ക്ലാസ് ഞാൻ പറഞ്ഞ് പിന്നീട് തരാം. അത് സംഭവിക്കുന്നതിൻ്റെ അതിൻ്റെ ആഴം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊന്നും വയ്ക്കാൻ പാടില്ല. നമ്മുടെ വയറ്റിൽ ചെറിയ ചൂട്, വലിയ ചൂടായിരിക്കരുത്, ചെറിയ ചൂടോടെ നമ്മൾ ആഹാരം കഴിക്കണം. അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരിയപാടുള്ള വെള്ളമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മൺകലത്തിൽ കോരി വെച്ച വെള്ളം, നമുക്ക് തണുത്ത വെള്ളം കുടിക്കാം. മനസ്സിലാകുന്നുണ്ടോ? തണുത്ത വെള്ളം കുടിക്കാം. ആ വെള്ളമൊക്കെ നമ്മുടെ വയറിന്, കുടലിന്, നമ്മൾ അന്നാശയത്തിന് അതിജീവിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചപാടുള്ള ഐസും കട്ട പോലുള്ള വെള്ളത്തിന് അതിജീവിക്കാനുള്ള കഴിവ് നമ്മുടെ കുടലിനില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ വെള്ളം ചെന്ന് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും. കാശ്മീരിൽ മഞ്ഞുകട്ടയുണ്ടല്ലോ, നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, അവിടെ തണുത്തു മരയ്ക്കുവാണ്. ഒരു പോട്ടെ, ഇതൊന്നും വേണ്ട, എവിടെയും പോകണ്ട. നിങ്ങളൊരു നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം കയ്യിലോട്ട് ഒഴിക്കുക. തണുത്തുറഞ്ഞ വെള്ളം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മുടെ വയറിൻ്റെ അന്നാശയത്തിലുള്ള ഇതിനെ കഴിഞ്ഞും നമുക്ക് ഒരു കട്ടി നമ്മുടെ ഉള്ളം കൈക്കുണ്ട്. പക്ഷെ അത്ര പോലുമില്ല. സോഫ്റ്റായിരിക്കുന്ന നമ്മളെ കുടലിലാണ് ഈ വെള്ളം ചെല്ലുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആ വെള്ളം നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. നമ്മൾ പരിശോധന നടത്തണം. അതാണല്ലോ അടിസ്ഥാനപരമായി കാര്യം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഒരാൾ പറഞ്ഞു എന്ന്, കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുക്കണ്ട. അപ്പോൾ അറിയാം നമ്മുടെ കൈയിൻ്റെ അസ്ഥികൾക്കെല്ലാം മരപ്പ് തുടങ്ങും. ഇത് മരപ്പ് വഴും കുറേ കയറത്തേന് നമുക്ക് കൈ അനക്കാൻ കഴിയാതെ വരും. അത് നമ്മുടെ ഉള്ളിലെ മാംസപേശികൾക്കൊക്കെ ഒരു പ്രത്യേക വേദന അനുഭവപ്പെടും. അത് എത്ര നിലത്തര എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ഒരാൾ വീണ് കഴിയുമ്പം ബ്ലഡ് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തണുത്ത വെള്ളം കൊടുക്കും, ബ്ലഡ് പോകാതിരിക്കാൻ, അല്ലേ? അതുപോലെ തന്നെ പാസ് ചെയ്ത് പോകാതിരിക്കാനാണ്, രക്തോട്ടം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ആ വെള്ളം കൊടുക്കുന്നത്. ഓർക്കുന്നത് കൂടുതൽ ബ്ലഡ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം കൊടുക്കുന്നത്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളത് ഒരു ബ്ലഡ് പോകുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കും, ഐസും കട്ട പോലുള്ള വെള്ളം. കാരണം അത് അവിടെ വെച്ച് കഴിയുമ്പം പിന്നീട് മുന്നോട്ട് ആ ബ്ലഡ് പാസ് ചെയ്തു പോകില്ല. അതാണ് നമ്മൾ ബ്ലഡ് പാസ് ചെയ്തു പോകുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഐസും കട്ടയൊക്കെ വെച്ചിട്ട് രക്തത്തെ ബ്ലോക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ കുടലിൽ നമ്മൾ ചെല്ലുന്ന വെള്ളത്തിൽ കുറേ നേരം നമ്മളെ ബ്ലഡ് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ജീവശവമായി കിടക്കും. അങ്ങോട്ട് നമ്മൾ പിന്നെ ആഹാരം കൊടുക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം കഴിച്ചു കഴിയുമ്പോൾ അതിന് വർക്ക് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. എത്ര നേരം അത് വീണ്ടും അത് പുനർസ്ഥാനത്തിലേക്ക് വരാൻ അത് പ്രവർത്തിക്കുന്നുവോ അത്രയും സമയം നമ്മുടെ വയറ്റിൽ ദഹനത്തിന് സമയം ഉണ്ടാകില്ല. കാരണം ദഹിപ്പിക്കില്ല. കാരണം ദഹിപ്പിക്കാനുള്ള ശക്തി അതിനില്ല. വരുന്നവരെയും ആ ആഹാരം അജീർണമായി കിടക്കും. ആ അജീർണമായി നമ്മൾ പുനർസ്ഥാനം വന്ന് കഴിയുമ്പോൾ അത് ദഹിപ്പിക്കാൻ തുടങ്ങും. പതുക്കെ ദഹനം വരും. ആ ദഹനം വരുമ്പോഴത്തെ അജീർണമായ ആഹാരമാണ് ദഹിപ്പിക്കുന്നത്. അത് കൊടുത്തിരിക്കും. അജീർണം എന്ന് പറഞ്ഞ് ചീഞ്ഞൊരു സാധനം, നമ്മളൊരു പഴം എടുക്കുക, ചീഞ്ഞ സാധനം പഴം എടുക്കുക, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക, എന്തെങ്കിലും ചീഞ്ഞെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങോട്ടൊന്ന് ഞരണ്ടി പിടിച്ചു വെക്കുക. അപ്പോൾ എത്ര അഴുക്ക് നമ്മുടെ പുറഭാഗത്തും അഴുക്ക് ഇത് ചീഞ്ഞതുണ്ടാകും. അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ബാക്കിയുള്ള ചണ്ടിയാണ് ഉണ്ടാകുള്ളൂ. ബാക്കിയെല്ലാം അത് കുടലിന് ചുറ്റും പറ്റിപ്പിടിച്ചിരിക്കും.
അത് ദഹിക്കാനല്ല, അതങ്ങനെ ഇരിക്കുകയുള്ളൂ. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആഹാരം പോകുന്ന അജീർണമായി അത് പോകുന്ന വഴിയെല്ലാം മലിനൻ്റെ മലമായി തീരുന്ന പോകുന്ന വഴി ഇത് മലമായി തീരണം. കാരണം മൂത്രമായി തീരണം. രണ്ടിൻ്റെ ദിക്കിലേക്കാണ് ഇത് തിരിഞ്ഞു പിടിക്കുന്നത്. ഇത് ഡോക്ടർമാർക്ക് അറിവുള്ള പഴയ ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി ഞാൻ പറയുന്നത് നേരാണോ എന്ന്. ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് ഇത് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പണ്ടത്തെ ഡോക്ടർമാർ ഇന്ന് ഇഷ്ടംപോലെയുണ്ട്, നല്ല അറിവുള്ള ഡോക്ടർമാരുണ്ട്. അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലുമുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ മലം പോകുന്നിടത്ത് ചെറുകുടൽ, വൻകുടൽ, പിന്നെ നമ്മുടെ മലം ചെന്ന് പതിക്കുന്ന നമ്മുടെ പണ്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ചെല്ലും. കാരണം ഈ പോകുന്ന വഴിക്കെല്ലാം ഇതിൻ്റെ അരികിൽ ഈ പോകുന്ന കുഴലിലൂടെ എല്ലാം ഇത് ചീഞ്ഞ് അത് ഭിത്തിയിൽ പറ്റിയിരിക്കും. ബാക്കിയുള്ള വേസ്റ്റേ പോകുള്ളൂ. മനസ്സിലായോ? അണുബാധ വന്നുകൊണ്ടാണ് അത് പോകുന്നത്, അണുബാധയായി തീർന്നുകൊണ്ട് ആ മലമാണ് പിന്നെ പുറത്തു പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്ന സാധനം പോകാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെയാണ് മൂലക്കുരു അർസസ് എന്ന രോഗമാകുന്ന പല രീതിയിൽ അത് കട്ടി കൂടുമ്പോൾ അത് പൊട്ടി വരുമ്പോൾ ചൊകരയായി വരും. പിന്നീട് അതിന് രക്തോട്ടം ഇല്ലാതിരിക്കും, മുഴ പോലെ വരും. അങ്ങനെയൊക്കെ ആകുന്നതാണ് അർസസിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത്. ആഹാരത്തിൽ തന്നെയാണ് അത്. ഇപ്പം തണുത്ത വെള്ളം തന്നെ ചെന്നിട്ട് അങ്ങനെ വരണമെന്നില്ല. അല്ലാതെ നമ്മൾ എന്ത് കഴിക്കുന്നു, ഐസ്ക്രീം, മറ്റുള്ള ആഹാരങ്ങൾ, അജീർണമാകുന്ന എന്ത് ആഹാരവും ഇങ്ങനെയൊരു ദോഷഫലം നമുക്ക് വരുത്തും. അന്നേരം അവർക്ക് അൾസർ, അർസസ്, ക്യാൻസർ. കാരണം ക്യാൻസർ ആകുന്നത് അവിടെ വന്നിരുന്നിട്ടത് കാലക്രമേണ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയ വേദന, നമ്മളൊരു ഗുളിക കഴിച്ചു, മരുന്ന് കഴിച്ചു, അവിടെ കഴിച്ചു, ഇവിടെ കഴിച്ചു, മലദ്വാരത്തിൻ്റെ അവിടെ ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് പഴുത്ത് കഴിയുമ്പോൾ അത് വ്രണമായി കഴിയുമ്പോൾ ചെല്ലുമ്പോൾ ക്യാൻസർ പോലെ ആകുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ അല്ല, അതാണ് പ്രധാനമായിട്ട്. പക്ഷെ അത് ക്യാൻസർ ആക്കി തീരും, അധികം പേരും ക്യാൻസറാക്കി. ഇപ്പം നമ്മളിപ്പോൾ നന്നാറീൻ്റെ 3 മണിക്കൂർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ, അത് ഒരു ദിവസം മാത്രം. ഒരു വർഷത്തിന് ഒരു ദിവസം 3 മണിക്കൂർ നന്നാറിൻ്റെയോ ചെറുളേൻ്റെ വെള്ളം കഴിക്കാം. പക്ഷെ നന്നാറിയാണ് ഏറ്റവും ശുദ്ധമായത്. ശുദ്ധമെന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ശുദ്ധിയാക്കും. ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ 3 മണിക്കൂർ കൊണ്ട് അത് വയറിനെ നമ്മൾ കഴുകുകയാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. അപ്പോൾ ആ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രനാളത്തിലേക്ക് പോകുന്ന, കാരണം വെച്ചാൽ അത് ശേഖരിക്കും. ഇത് 2 വേസ്റ്റായിട്ട്, മൂത്രമായിട്ടും തിരിക്കും, മലമായിട്ടും, എന്നുവെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തീട്ടമായിട്ടും ശേഖരിക്കും. കാരണം അത് 2 രീതിയിലേക്ക് 2 വഴിയായിട്ടാണ് ഇത് തിരിയുക. അപ്പോൾ ഇതിൻ്റെ പോഷകങ്ങളാണ് നമ്മളത് രക്തത്തിലേക്ക് അത് ആവരണം ചെയ്ത് ജലവും രക്തവും നമ്മുടെ ശരീരത്തിലേക്ക് പോകേണ്ട വഴി വേറെ. അപ്പോൾ ഇത് ചെല്ലുന്നത് ഈ കൊഴുത്ത ജലം നമ്മളെ വൃക്കയിലേക്കാണ് പ്രവേശിക്കുന്നത്, മല നമ്മുടെ തീട്ടപ്പണ്ടത്തിലേക്കും. കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ കൊഴുപ്പുകൾ നമ്മളൊരു പാത്രത്തിൽ ഇച്ചിരി കഞ്ഞിവെള്ളമോ കൊഴുത്ത വെള്ളം എടുത്ത് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളത് ആ വെള്ളം മറിച്ച് കഴിഞ്ഞിട്ട് ആ പാത്രത്തിലൊന്ന് സൈഡിൽ കൂടി തലോടുക. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കൈ കൊണ്ട് വെക്കുമ്പോൾ ഒരു വഴുവഴുപ്പും പായൽ പോലെ ഒരു സാധനം അത് തന്നെ നമ്മുടെ വൃക്കയിലും ഉണ്ടാകും, കുടലിലുണ്ടാകും. ഇത് പോയ വഴിയെല്ലാം ഇതുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നന്നായി കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദോഷം വരുന്ന പുളിപ്പുള്ള കൂടുതലും വരുന്ന വെള്ളം കൂടുതൽ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ അത് പുളിപ്പിക്കും, പിന്നെ അമ്ലം കൂടുതലും ഉണ്ടാക്കും. ഇങ്ങനെ കുടലിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കുടലി ക്യാൻസർ ആണെന്ന് പറഞ്ഞ് രൂപാന്തരപ്പെടുന്നത്. പിന്നെ ദഹിക്കാത്ത സാധനം, ഇപ്പം തക്കാളി കല്ലുണ്ടാക്കൂ എന്നൊരു ഒരു ഡോക്ടർ പറഞ്ഞു. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോൻ്റെ താഴെ, ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡോക്ടർ പറഞ്ഞ സത്യങ്ങളാണ്, അത് സത്യമാണുള്ളൊരു വാക്കാണ് അയാൾ പറയുന്നത്. പക്ഷെ മനുഷ്യർ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തക്കാളിയൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യം കിട്ടുക, പക്ഷേ അതിൻ്റെ തൊലി നമ്മൾ കഴിക്കുമ്പോൾ അത് കുടലിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അത് ദഹിക്കാതെ അവിടെ എവിടെയെങ്കിലും കിടക്കുമ്പോൾ ദോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ തൊലി കളഞ്ഞ് കഴിക്കുന്നത്. കുരുവൊന്നും ദോഷമൊന്നുമില്ല, അത് മലത്തിനോടൊപ്പം ദഹിച്ചില്ലെങ്കിലും മലത്തിനോടൊപ്പം തന്നെ പോവുക. അത് വൃക്കയിലേക്ക് പോകില്ല, വൃക്കയിൽ കല്ലുമായി തീരില്ല.
അതിൻ്റെ ജലാശയങ്ങൾ ചെന്നാൽ പോലും അത് കഴുകാനുള്ള ചെറിയ പുളിപ്പിക്കുന്നതിൻ്റെ ആ ജലാശയത്തിലൂടെ ആ മൂത്രമായി തീരുന്ന മൂത്രത്തിലേക്ക് ആയി ആ ജലം വൃക്കയിലേക്ക് തള്ളിവിടുന്നത് അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് നല്ലതാണ്. അതിൻ്റെ ചെറിയ പുളിപ്പിപ്പ് വൃക്കയ്ക്ക് നല്ലതാണ്. ഇതിൽ അതുപോലെ മലാശയത്തിൽ വിടും. പക്ഷേ ഇതിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞതും അത് മിനുസകരമായതുകൊണ്ട് നമ്മുടെ കുടലിൽ അന്നാശയത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ്. പിന്നെ അത് കുറേ ഉള്ളതൊക്കെ നമ്മുടെ കല്ലുകളെല്ലാം ശേഖരിക്കുന്ന അപ്പൻഡിക്സ് എന്ന് പറയുന്ന രോഗത്തിലേക്ക് അങ്ങോട്ട് സഞ്ചിയിലേക്ക് അത് മാറി തിരികെപ്പെടും. ഇതാണ് ചെയ്യുന്നത്. ഇതാണ് ക്യാൻസർ കൂടുതൽ ഉണ്ടാകാൻ കാരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന കാര്യം ബെറ്റർ ആണോ എന്ന് നോക്കണം. അതുതന്നെ വിഷം ചേർന്ന ആഹാരങ്ങൾ. അന്നേരം നമ്മൾ ചെറിയുള്ളി, വെളുത്തുള്ളി, സബോള, പുളി, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ഇതൊക്കെ വിഷത്തെ നശിപ്പിച്ച് കളയാൻ കഴിവുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ക്രമങ്ങൾ നമ്മളൊരിക്കൽ ഓരോ ക്രമമായിട്ട് കഴിക്കാൻ ശ്രമിക്കണം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ചിട്ടയായിരിക്കണം നമ്മുടെ ഭക്ഷണത്തിന്. ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇറച്ചി കഴിച്ചോളൂ. കഴിക്കുന്നവർക്ക് ഏത് ഇറച്ചി വേണമെങ്കിലും കഴിക്കാം, ഏത് മുട്ട വേണമെങ്കിലും കഴിക്കാം ആഹാരം. പക്ഷേ അത് അജീർണമാകാതെ നോക്കുക. കഴിക്കുമ്പം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കവിള് വെള്ളം നല്ല ചെറിയ ചൂടുവെള്ളത്തെ നമ്മൾ കുടിക്കുക. എന്ന് കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു കവിള് വെള്ളമോ 2 കവിള് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഒട്ടിപ്പിടിക്കൽ, നമ്മുടെ ആഹാരത്തിൻ്റെ കഴിക്കുന്ന ആഹാരത്തെ ആ പോകുന്ന വെള്ളം നമ്മൾ തൊണ്ടയിൽ നിറങ്ങുന്നത് അന്നാശയത്തിലേക്ക് പോകുന്ന വഴി ക്ലിയറായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക. അപ്പം നമ്മൾ ആ കുടിച്ചു കഴിഞ്ഞാൽ ഒരു കവിള് വെള്ളം നമ്മൾ കുടിക്കുക. അപ്പോൾ ആഹാരം കഴിഞ്ഞതിൻ്റെ പുറകെ ഇതിനോടൊപ്പം ഇത് കഴുകി പോവുകയാണ് നമ്മുടെ അന്നാശയത്തിലേക്ക്. അപ്പോൾ അവിടെയും വൃത്തിയാകും. ഇത് കുറച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ തടി വേണ്ടാത്തവർക്ക് അന്നേരം തന്നെ വെള്ളം കുടിക്കാം. പക്ഷേ സാവധാനം അത് ദഹനം നടക്കുകയുള്ളൂ. കാരണം പെട്ടെന്നുള്ള ദഹനം നടക്കില്ല. അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളത്തോളം കുടിക്കാൻ ശ്രമിക്കുക. കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ലിറ്റർ, 1-2 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അപ്പം നമ്മുടെ ദഹനം കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മലമായിട്ട് പുറത്തേക്ക് അതിൻ്റെ വേസ്റ്റിലേക്ക് മലമായിട്ടും 2ആയിട്ട് തിരിയുന്ന സമയത്ത് ഇത് വീണ്ടും നമ്മളെ ദഹനത്തിലേക്ക് ഈ വെള്ളം ചെന്ന് കഴിയുമ്പോൾ വൃത്തിയാവുകയാണ്. നമ്മൾ അന്നാശയം വൃത്തിയാക്കുകയാണ് നമ്മൾ വെള്ളം കുടിച്ചിട്ട്. അപ്പോൾ അത് മൂത്രത്തിലേക്കും പോകും, അത് ഇപ്പുറത്തെ മലമായിട്ട് മലസഞ്ചിയിലേക്കും പോകും. അപ്പോൾ ആ തിരിയുന്നതിനകത്ത് നമുക്ക് പരമാവധി മറ്റുള്ള അസുഖങ്ങളോ അർസസ് രോഗം, അൾസർ രോഗം, ക്യാൻസർ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കാൻ. പിന്നെ വന്നു കഴിഞ്ഞ് വയറുവേദനയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ കുടലിന് സംരക്ഷണം കൊടുക്കണം. നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ രാത്രിയിൽ ഒരു 10 മണിക്ക് ഒരു 8 മണിക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കരുത് രാത്രിയിൽ. കാരണം നമ്മുടെ ശരീരത്തിന് ഉറങ്ങേണ്ട സമയമാണ്. അതിനാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ വർക്ക് കുറവായിരിക്കും, ശാന്തതയായിരിക്കും. ആ ശാന്തതയിൽ ആവശ്യമില്ലാത്ത സാധനമെല്ലാം ചെന്ന് കഴിയുമ്പോൾ അത് അജീർണമായി മാറും. ദഹിക്കാതെ കിടക്കുന്നതാണ് രാവിലെ നമുക്ക് വായുസ്തംഭനം, വയറുവേദന, നടുവേദന, അങ്ങനെ വളരെയധികം രോഗങ്ങളും ഉണ്ടാകും. അതിനു മുമ്പ് ലഘുവായിട്ടെന്ന് പറഞ്ഞാൽ വിശക്കുന്നതിന് ഒരു 6-7 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. നേരത്തെ നമ്മളൊരു 8 ഉറങ്ങുമ്പോൾ ഒരു 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 10 മണിയാകുമ്പോഴത്തേനും ദഹനം ഉണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ 8 മണിക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. അത് തടിയുള്ളവരായാലും അല്ലാത്തവരായാലും. ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണം കഴിക്കുക, രാവിലെയും നന്നായി ഭക്ഷണം കഴിക്കുക. അത് ചിട്ടയോടെ കഴിക്കുക. നമ്മൾ എരിവോ പുളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുമ്പോൾ എണീക്കുമ്പോൾ ഒരു നുള്ള് കുരുമുളക് പൊടിച്ച് വെക്കുക, കുറച്ച് മഞ്ഞളെടുത്ത് കരുതി വെക്കുക. അതൊക്കെ മേശയിൽ കിടക്കി വെക്കുമ്പോൾ ഒരു നുള്ള് നമ്മൾ കഴിച്ചതിൻ്റെ പുറകെ ഒരു വെളുത്തുള്ളിൻ്റെ ഒരു കഷ്ണം അതിൻ്റെ പുറകെ കഴിക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അസിഡിറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അജീർണം ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഇതിൻ്റെ പുറകെ. എല്ലാം ഒന്നിച്ച് കഴിക്കരുത്, ഒരു നേരം ചെറിയതായിട്ട് മഞ്ഞൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി വായിലിട്ടിട്ട് കുട്ടികൾക്കാണെങ്കിൽ വേറെ മരുന്നുകളുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം.